യെസ്, കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു. ഡാനി, കൊച്ചിയിലൊരു ഉജ്ജ്വല തിരിച്ചുവരവായിരുന്നു UDF-ൻ്റേത്. ഭരണം പിടിച്ച ശേഷം പക്ഷേ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു. അതായത് ദീപ്തി മേരി വർഗീസിനെ മേയറായി മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥി എന്ന് അനൗദ്യോഗികമായി ഒരു പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടതാണ് ദീപ്തി മേരി വർഗീസിനെ മാറ്റി VK മിനിമോൾ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി എത്തുന്നു. പക്ഷെ ദീപ്തി മേരിക്ക് അതിർത്തി ഉണ്ടെങ്കിലും അവിടുന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു, വോട്ടെടുപ്പിൽ പങ്കെടുത്തു. പക്ഷേ മേയർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നു. പക്ഷേ കോൺഗ്രസ് വിമതൻ ബാസ്റ്റിൻ ബാബുവിൻ്റെ വോട്ട് മിനിമോൾക്ക് ലഭിക്കുന്നു. ഇനി ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ്. ദീപക് ജോയിയുടെ പേര് നേരത്തെ തന്നെ നേതൃത്വം തീരുമാനിച്ചതാണ്. LDF-ഉം സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. എങ്ങനെയാണ് കൊച്ചിയിലെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങൾ? ടോമ, ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ കൗൺസിൽ ഹാളിനകത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രൊസീഡിങ്സിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഓരോ കൗൺസിലർമാരായി വന്ന് വോട്ട് ചെയ്യുകയാണ്. ഇതിൽ നമുക്കറിയാവുന്നതുപോലെ UDF വിപ്പ് നൽകിയിരിക്കുന്നത് ദീപക് ജോയാണ്. കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന കൗൺസിലറാണ് ദീപക് ജോയ്. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് നസ്രത്ത് വാർഡിൽ നിന്ന് ജയിച്ച യേശുദാസാണ്. ഒപ്പം NDA സ്ഥാനാർത്ഥി കൂടിയുണ്ട്. T പത്മകുമാരിയാണ് NDA സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മൂന്ന് പേരും തന്നെ ഈ മത്സരരംഗത്തുണ്ട്. നേരത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അതേ വോട്ടിംഗ് പാറ്റേൺ തന്നെയായിരിക്കും, വോട്ടിംഗ് നിലവാരം തന്നെയായിരിക്കും ഇതിലും പ്രതീക്ഷിക്കുന്നത്. കാരണം UDF വിമതൻ ബാസ്റ്റിൻ ബാബുവിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നു. 48 വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും ഇതിലും വോട്ട് രേഖപ്പെടുത്തുക. കാരണം അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസാധുവാകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകളോ ചിന്തകളോ ഒന്നും തന്നെ ഇക്കാര്യത്തിലും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനമായും തന്നെ പറയേണ്ടത് ഇതും ഒരു വീതം വെപ്പ് രീതി എന്ന നിലയിൽ തന്നെയാണ് UDF കൈകാര്യം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ടൈമിൽ KVP കൃഷ്ണകുമാറാണ്, കോൺഗ്രസിൽ തന്നെ ഉള്ള കൃഷ്ണകുമാറാണ് സെക്കൻഡ് ടൈമിലേക്ക് വരുന്നത് 2.5 വർഷം കഴിയുമ്പോൾ. പക്ഷേ അതേസമയം തന്നെ ലീഗ് ഇതിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവസാനത്തെ ഒരു വർഷം ലീഗിന് ലഭിക്കണം എന്നൊരു അവകാശവാദം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് തന്നെ UDF നേതൃത്വത്തിന് തന്നെ ലീഗ് നേതൃത്വം ആ ഒരു കത്ത് കൈമാറിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അടുത്ത് വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊരു ചർച്ചകൾ നടക്കുന്നത് ഒരു മുന്നണി മര്യാദകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് UDF കൈകാര്യം ചെയ്യുക എന്നറിയില്ല. കാരണം ഇങ്ങനൊരു കത്ത് നൽകിയതായി ലീഗ് നേതൃത്വം പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനോടുള്ള ഒരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇതുവരെയും അറിയിച്ചിട്ടില്ല. ഏതായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് ഇനിയാണ് അത്തരം ചർച്ചകൾ നടക്കേണ്ടത്. എന്തായാലും ലീഗിന് വലിയ പ്രതീക്ഷകൾ അക്കാര്യത്തിലുണ്ട്. ലീഗിൻ്റെ TK അഷ്റഫ് നിലവിൽ കറുകപ്പള്ളിയിൽ നിന്ന് ജയിച്ചു വന്ന കൗൺസിലറാണ്. നേരത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗമൊക്കെ ആയിരുന്നു. അന്ന് ഇടത് കൗൺസിലിൻ്റെ കാലത്തും അദ്ദേഹം ആ ഭരണ സംവിധാനത്തോടൊപ്പം നിൽക്കുകയും പിന്നീട് അന്ന് ലീഗ് വിമതനായിരുന്നു. ഇപ്പോൾ ലീഗിലേക്ക് തിരിച്ചു വരികയും ഇപ്പോൾ UDF-നൊപ്പമാണ് അദ്ദേഹം തുടരുന്നത്. എന്തായാലും അത്തരം ചർച്ചകൾ ഇനിയിപ്പോൾ കൂടുതൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇതെന്തായാലും ഇപ്പോൾ UDF എന്ന് പറയുന്നത് വലിയ രീതിയിൽ മെജോറിറ്റി നേടിയൊരവസ്ഥയാണ് കൊച്ചി കോർപ്പറേഷനകത്തുള്ളത്. 47 സീറ്റുകളുണ്ട്. ഒരു വിമതൻ കൂടി ഒപ്പം നിൽക്കുന്നത് 48 സീറ്റുകൾ എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയൊരു ആശ്വാസം UDF-ന് ഉണ്ട്. അതുകൊണ്ട് വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ മുന്നണിയെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള വലിയ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഏതായാലും മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദീപ്തി മേരിയുടെ പേരടക്കം ഇതിൽ നിന്ന് മാറ്റിയ സമയത്ത് വലിയ രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പലരും തന്നെ പരക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ദീപ്തി മേരി കുറച്ചുകൂടി സംയമനം പാലിച്ച്
പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നുള്ള അവരുടെ പ്രതികരണവും വളരെ കരുതലോടുകൂടി തന്നെയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് അവർ നിന്നില്ല എങ്കിൽ കൂടിയും അവർ വോട്ട് രേഖപ്പെടുത്തുകയും അവരെ അഭിനന്ദനങ്ങൾ അറിയിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപ് മറ്റു പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ പോവുകയും ചെയ്തത്. UDF നേതൃത്വവും അല്ലെങ്കിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വവും ഇതിനോട് ഡാനി, തുടക്കം മുതൽ തന്നെ കൊച്ചിൻ കോർപ്പറേഷനിൽ ദീപ്തി മേരി വർഗീസ് ആകും മേയർ, UDF അധികാരത്തിൽ വന്നാൽ ദീപ്തി ആകും മേയർ എന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ട് പോയത്. അതായത് ഫലം വന്നു, UDFന് വലിയ മേൽക്കൈ കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടാകുന്നു. അതോടുകൂടി കാര്യങ്ങൾ മാറിമറിയുന്നു. സഭാ നേതൃത്വത്തിൽ ഇടപെടൽ വരുന്നു. ലത്തീൻ സഭയുടെ പ്രതിനിധിയെ ഇതിലേക്ക്, അതായത് മേയറാക്കണമെന്ന് KRCC ഉൾപ്പെടെയുള്ള, അതായത് ലത്തീൻ സഭയുടെ സംഘടനകൾ അത്തരം ആവശ്യവുമായി അവകാശവാദവുമായി രംഗത്ത് വരുന്നു. പിന്നീട് വലിയ അട്ടിമറി സംഭവിക്കുന്നു. ദീപ്തി മേരി വർഗീസ് തുടക്കത്തിൽ അതൃപ്തിയിലായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും നേതൃത്വം ദീപ്തി അനുനയിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണോ ഡാനി? ടോം, അത് സംബന്ധിച്ച് അവരുടെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ താൻ സജീവമായിട്ട് മേയർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. താൻ മാത്രമല്ല ആ സമയത്ത് കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിയത്, മറ്റു ചില കൗൺസിൽ അംഗങ്ങൾ കൂടി ആ സമയത്ത് ഇറങ്ങിയിരുന്നു. താൻ ഇങ്ങനെ ഈ ഒരു ചർച്ചകളിൽ വന്നതുകൊണ്ടായിരിക്കാം തൻ്റെ ഒരു അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവരിൽ നിന്നുണ്ടായത്. എന്നാലും അതൊരു വലിയ രീതിയിലേക്ക് ചർച്ചയാക്കാനോ ഉയർത്തിപ്പിടിക്കാനോ ഒന്നും UDF തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് അത് അങ്ങനെ അത്തരം ചർച്ചകൾ കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ്. ഏതായാലും മികച്ച മെജോറിറ്റി ലഭിച്ചു, അതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ ചർച്ചകളിലേക്ക്, കാരണം ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു ഇണക്കവും പിണക്കവും കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് വലിയ ഗൗരവത്തിലേക്ക് കാണുന്നില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു മെജോറിറ്റി ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളിലേക്ക് എത്തിയത് തന്നെ നിരവധിയായ ചർച്ചകൾക്ക് ശേഷമാണ്. അത് പാർട്ടി നിർദ്ദേശത്തിൻ്റെ ഒരു തീരുമാനമാണ്. അതിൻ്റെ ഒരു അന്തസ്സത്ത ഉൾക്കൊള്ളാൻ ദീപ്തി മേരി പോലെ ഒരു നേതാവിനെ കഴിയുമെന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ദീപ്തി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. മറ്റ് എന്താണ് ഇനി ദീപ്തിയുടെ ഒരു തുടർ നീക്കങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലുള്ളൊരു ചർച്ചകളിലേക്കാണ് കൊണ്ടുപോയത് കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും ദീപ്തി ഒരു പരസ്യ പ്രതികരണത്തിനോ പരസ്യ പ്രതിഷേധത്തിനോ ഇല്ല. അവർ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ തന്നെ പറഞ്ഞത് തനിക്കങ്ങനെ പരിഭവമോ പരാതിയോ ഒന്നും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. VK മിനിമോൾ കൊച്ചി മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പ് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. ഫലപ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും. ഇപ്പോൾ ജില്ലാ കളക്ടർ G പ്രിയങ്കയാണ് വരണാധികാരി. അവർ ഇതിനു മുൻപായിട്ട് അതിൻ്റെ മിനിമോളാണ് മേയറായത്. മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ല. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് UDFന് വലിയ മേൽക്കൈയുണ്ട്. ദീപക് ജോയ് തന്നെ ഡെപ്യൂട്ടി മേയർ ആകുമെന്ന് തന്നെയാണ് സൂചനകൾ. എന്തായാലും തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടൊരു ദിവസമാണ്, ചരിത്രം പിറന്നൊരു ദിവസമാണ്. അതായത് തിരുവനന്തപുരത്ത് BJP ആദ്യമായി അധികാരത്തിൽ വരുന്നു. കൊല്ലത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചരിത്രത്തിലാദ്യമായി മേയറാകുന്നു. കൊല്ലം കോർപ്പറേഷൻ മേയറായി കോൺഗ്രസിലെ AK ഹഫീസിനെയാണ് തെരഞ്ഞെടുത്തത്. കോർപ്പറേഷനിലെ ആദ്യ UDF മേയറാണ് ഹഫീസ്. 27 വോട്ട് നേടിയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം വിവാദങ്ങൾക്കിടെ തൃശ്ശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.